ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഫിലിമിന് പോയ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. ഫിലിമൊന്നും ഇടുന്നില്ല, അപ്പം ഫിലിമിന് പോയൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ ശരിക്കും വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും അതിനുള്ളൊരു സമയം കണ്ടെത്തണമല്ലേ. അപ്പോൾ കണ്ണൻ ഇവിടെ രാത്രി മാത്രമേ സമയമുള്ളൂ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാറുണ്ട്, ലീവ് കിട്ടാത്ത സാഹചര്യത്തിൽ കേട്ടോ. അപ്പോൾ രാത്രി ഫുഡ് കഴിക്കാനും ഒക്കെ ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. പക്ഷേ എല്ലാ ദിവസമൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു ഫിലിമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പോയത് നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു തിയേറ്ററിലാണ്. നോക്കുമ്പോൾ അവിടെ ആ ഫിലിം ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ടൗണിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും PVR ഏതെങ്കിലും ഷോ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ 10:30 ഷോ കാണാൻ വെച്ചാണ് ഞങ്ങൾ പോയത്. അല്ലെങ്കിൽ പിന്നെ ലുലു മാൾ പോകണം. അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പോകുമ്പോൾ തന്നെ 9 മണിയോ 9:15 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. അച്ചൂട്ടൻ ഉറക്കമൊന്നുമില്ല കേട്ടോ. അച്ചൂട്ടൻ അപ്പുറത്തേക്ക് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിയേറ്ററിലെത്തി. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോയിട്ട്. ഇതാണ് തിയേറ്റർ കേട്ടോ. നല്ല അടിപൊളി തിയേറ്ററാണ്. അവിടെ ഉള്ളവരൊക്കെ നല്ല പെരുമാറ്റമാണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, പുറകിലായിട്ടാണ് PVR തിയേറ്റർ ഉള്ളത്. ഞങ്ങൾ എപ്പോഴും പോകുന്നു അവിടെ തന്നെയാണ് കാണാൻ പോകാറുള്ളത്, അവിടെയാണ്. കണ്ടോ? അച്ചൂടെ നമുക്ക് ഭാഗ്യമുണ്ട്, കുത്തി കണ്ട്. അങ്ങനെ നമ്മളിതാ നടന്ന് ആസാദ് എന്ന് പറഞ്ഞ ഈ ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയാണ് കഴിച്ചത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴൊക്കെ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. കുറച്ച് പൈസ കൂടിയാലും സാരമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെയാണ് വന്ന് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല, അത്ര അടുത്താണ്, തിയേറ്ററിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നടന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു അകത്തുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഒരു സൗണ്ടും അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. നമ്മുടേതായ ഇതിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല കാമായിട്ടുള്ളൊരിതാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ ചെയറൊക്കെ വലിച്ച് അച്ചൂടിനെ ഇരുത്തി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആ ചെയറിനൊക്കെ, ഞാൻ വലിച്ചാലൊന്നും വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്ന സെയിം ഫുഡ് തന്നെയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വെള്ളപ്പും ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ കറി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അങ്ങനെ വെള്ളപ്പും ചിക്കൻ കറിയും പിന്നെ ലൈമുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിച്ച്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പോകുമ്പോഴത്തേക്കും തന്നെ ഏകദേശം സമയമായിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് പോയി. എനിക്ക് എവിടെ പോയാലും ആദ്യം ടോയ്ലറ്റ് പോകണം കേട്ടോ. എവിടെ ആയിക്കോട്ടെ, എവിടെ പോയാലും എനിക്ക് അവിടുത്തെ ടോയ്ലറ്റ് കണ്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ആദ്യം തന്നെ ഞാൻ നേരെ ഒന്ന് മൂത്രിക്കാനായിട്ട് പോയത്. അങ്ങനെ ഒന്ന് പോയി ഫ്രഷായി വന്നപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ തിയേറ്ററിൻ്റെ അകത്ത് കയറി. ഇവിടെ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് എന്തായാലും പരസ്യം കാണും കേട്ടോ. അതുകൊണ്ട് നല്ല ഏരിയയാണ്. 10:30 ഷോ എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് പ്രതീക്ഷിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞേ ഷോ തുടങ്ങുള്ളൂ. അങ്ങനെ സിനിമയൊക്കെ കണ്ട് പകുതിയായപ്പോൾ അച്ചൂട്ടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അവന് മടുത്ത്. എന്നിട്ട് അവൻ അവിടെ പോയിരുന്നു. ഭാഗ്യം കരഞ്ഞൊന്നുമില്ല. അങ്ങനെ അവിടെ ഇരുന്ന് സിനിമ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ആ ഷോയ്ക്ക്. ഞങ്ങൾ സൂക്ഷ്മദർശിനിയായിരുന്നു കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കണ്ടിരിക്കാൻ നല്ല അടിപൊളി സിനിമയായിരുന്നു. അപ്പം ഒരു ലാഗൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. വലിയ കോമഡി എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ കണ്ടിരിക്കാൻ ത്രില്ലറാണ്. അപ്പം അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ട് നേരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സമയമായിട്ടുണ്ടായിരുന്നു. 2 മണിയായിട്ടോ വീട്ടിലെത്തുമ്പോഴത്തേക്കും. രാത്രി 2 മണി, പുലർച്ചെന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ 2 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ സൂക്ഷ്മദർശിനി ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു.